ഹായ് ഹലോ എല്ലാവർക്കും അഗീ സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ തന്നെ രാവിലെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തൊന്ന് പോയി നോക്കാം, അവിടെ എന്തായാലും പണി നടക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്ഥലത്ത് കിണർ പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മഴയ്ക്ക് മുമ്പ് കിണറെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. കാരണം എന്താ പറയുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുക, അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല. അപ്പോൾ നമ്മൾ പോയി നോക്കും, ഇല്ല അച്ചു അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോയി ഇങ്ങനെ നോക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടോ രണ്ട് താറാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അല്ലിക്കുട്ടനെ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുള്ള രണ്ട് താറാവ് കേട്ടോ. എനിക്കൊന്ന് ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ റോഡിലേക്ക് വന്നതായിരിക്കും. എന്തായാലും അത് റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് അല്ലിക്കുട്ടൻ അതിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ നേരെ എന്താ പറയുക ഷോപ്പിൽ പോയി. കാരണം അമ്മയോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഷോപ്പ് തുറന്ന് അവിടെ ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അമ്മേനെ ഇങ്ങനെ ചീത്ത പറയാം, ഇത് വീഡിയോ ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അവരെന്നെ ക്ലീൻ ചെയ്യുന്നതാണ് എന്നെ ചീത്ത അറിയുന്നത്, അവരെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ കാണിക്കുന്നതിന് ഇപ്പോൾ എന്താ അവരെ കേട്ടാ, അവർ ക്ലീൻ ചെയ്യുന്നതിന് മോശമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അമ്മ കറി കയറിയപ്പം ആകെ വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ സ്ഥലത്തെത്തി. അവിടെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുൾ വേസ്റ്റ് ആക്കിയിട്ടിരിക്കുക കേട്ടോ. ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ട്രാക്ടർ യൂസ് ചെയ്തിട്ട് പാറ പൊട്ടിക്കുകയാണ്. നമുക്കൊരു 8 കൊല്ലമൊക്കെ ആയപ്പോഴേക്കും പാറ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ മുകൾ ഭാഗത്ത് അതിൻ്റെ എന്താ പറയുക വലിയ കട്ടിയില്ലാത്ത പാറയായിരുന്നു. ഇപ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള പാറയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ എന്താ പറയുക പാരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രാക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു സൈഡ് മണ്ണൊക്കെയാണ്, അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ വെള്ളം കാണുമെന്നാണ് നമ്മളിങ്ങനെ നോക്കിയവരും ഒക്കെ പറഞ്ഞത്. പിന്നെ ചുറ്റും എല്ലാ വീട്ടിലും ഇതുപോലെ പാറ തന്നെയാണ്. എന്നിട്ടും എല്ലാവർക്കും വെള്ളവും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എന്താ പറയുക, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇവിടെ ഓൾറെഡി ഒരു കുഴൽ കിണർ ഉണ്ട് കേട്ടോ, അതിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, നമ്മളിപ്പം ഏകദേശം 2-3 ആഴ്ചയായി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കുറേ ദിവസം ആളില്ലായിരുന്നു, പണിക്ക് ആളില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും 10-12 കോലൊക്കെ ആയി. ഇതുവരെ വീണ്ടും വെള്ളം കണ്ടിട്ടില്ല. എന്തായാലും കാണുമായിരിക്കും. എന്തായാലും അതിനൊരു യോഗം വേണമെന്നാണ് പറയുക. നമുക്ക് തന്നെയുള്ള ഭാഗ്യം എന്ന് അറിയില്ല, നോക്കുക. അപ്പോൾ ഞങ്ങൾ ഞാനും കൂടെ വണ്ടി കയറിയിരുന്നു കേട്ടോ. കാരണം നല്ല വെയിലുമൊക്കെ വന്നുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിനി ചോദിച്ചു, രാവിലെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ഇവിടെ നല്ല ചായയും കടിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, ഭയങ്കര അഫോർഡബിളും ആണ് കേട്ടോ. നോർമലി പുറത്തെ കടകളെക്കാളും ഇവിടെ എന്താ പറയുക വില കുറവാണ് ഇവിടുത്തെ സ്നാക്സിനും ജ്യൂസിനും ഒക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനും അമ്മയും പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു, അവർ ചായ പറഞ്ഞു, പിന്നെ പപ്സ്, ചിക്കൻ റോള്, കട്ട്ലറ്റ്, പിന്നെന്താ കലത്തപ്പോ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നല്ല ടേസ്റ്റും ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ സ്നാക്സിനൊക്കെ. അപ്പോൾ അല്ലുക്കുട്ടനും കഴിക്കുന്നുണ്ട്. അവനും അവൻ്റെ വേണതൊക്കെ അവനിങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ മെനു നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ചുവിനും ലാലുവിനും ഓരോ എന്താ പറയുക ചിക്കൻ റോളും പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിനി തിരിച്ച് വീട്ടിൽ പോവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി വൈകുന്നേരം അല്ലുക്കുട്ടനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അതല്ലാതെ ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ അമ്മ ഇനി മഴ നനയാൻ വയ്യ പറഞ്ഞിട്ട് അമ്മ നടന്നു പോയിട്ടോ. തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനേ ഉള്ളൂ ഷോപ്പിലോട്ട്. അച്ഛനെ പിന്നെ നമ്മൾ എന്താ പറയുക, അച്ഛനല്ല മുഫിയെ പിന്നെ നമ്മൾ ഷോപ്പിലാക്കി കൊടുത്തു. നമ്മൾ കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലുവിൻ്റെ വാട്ടർ ബോട്ടിൽ, അതിപ്പോൾ നമുക്ക് തിരിച്ചിങ്ങനെ കൊണ്ടുതരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.